നമസ്കാരം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോ ആയിരുന്നു ബിഗ് ബോസ്. ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മോഹൻലാൽ അവതാരകനായി വന്നിട്ടുള്ള ബിഗ് ബോസ് വലിയ തോതിലുള്ള പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ഷോ തന്നെയാണ്, ഒരു റിയാലിറ്റി ഷോയാണ്. അതിൽ വലിയ തോതിൽ പങ്കെടുത്ത് വലിയ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്നത്. ഈ അഖിൽ മാരാർ അയാളുടെ ചില നിലപാടുകൾ കൊണ്ട് കടുത്ത ഇടതുപക്ഷ വിമർശകനായി ഇപ്പോൾ രൂപാന്തരപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിലുള്ള ഒരു പ്രചരണം നടന്നിരുന്നു. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മിക്കവാറും അയാളുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള കൊട്ടാരക്കര സീറ്റിൽ തന്നെ ഈ അഖിൽ മാരാർ മത്സരിച്ചേക്കുമെന്ന തരത്തിലേക്കുള്ള ഒരു സൂചനയൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ട് അഖിൽ മാരാർ രംഗത്ത് വന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ വലിയ സജീവമായി നിലനിന്നത്. എന്തായാലും താനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ അഖിൽ മാരാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. സമീപകാലത്തായി CPIMനെയും സംസ്ഥാന സർക്കാരിനെയും പല വിഷയങ്ങളിലും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. ഇയാൾ മാത്രമല്ല, ഇയാൾ കോൺഗ്രസിനെ വലിയ തോതിൽ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടുകളും എടുക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് താൻ പാർട്ടിയിലേക്ക് വരുന്നതിനോട് താല്പര്യമില്ല എന്ന ഒരു വലിയ തിരിച്ചറിവാണോ അഖിൽ മാരാറിനെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കാനായിട്ടുള്ള ഒരു പ്രചോദനമായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങളുടെ, അതായത് കൊല്ലം ജില്ലയിലെ പല നേതാക്കളുടെയും സ്ഥാനാർത്ഥി മോഹത്തിന് താൻ കോൺഗ്രസിലേക്ക് വരുന്നത് ഒരു വലിയ തടസ്സമായി മാറും എന്ന തരത്തിലേക്കാണ് അഖിൽ മാരാർ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഇയാൾ കുറിപ്പിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് എന്ന വികാരം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ എന്നാൽ കഴിയുന്ന ശബ്ദം ഞാൻ ഉയർത്തിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ ചില നേതാക്കൾക്ക് ഞാൻ അവരുടെ സ്ഥാനാർത്ഥി മോഹങ്ങൾക്ക് തടസ്സമാകുമെന്ന് കരുതി കോൺഗ്രസിലേക്ക് ഒരിക്കലും ഞാൻ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. മറ്റു ചില നേതാക്കൾ ഞാൻ വരുമ്പോൾ അവരുടെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയവുമുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഒരു ശല്യമാകാൻ വേണ്ടി ഞാൻ കോൺഗ്രസിലേക്ക് വരുന്നില്ല. പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി ഈ പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ ഞാൻ കഷ്ടപ്പെടും. അതിനായുള്ള 2 കാരണങ്ങൾ: ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തെ ഇല്ലാതാക്കുമെന്നതാണ് സ്വാഭാവികമായി അഖിൽ മാരാർ ഇപ്പോൾ കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും അഖിൽ മാരാറിൻ്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്, സ്വാഭാവികമായി അതിനുള്ള അധികാരവുമുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഈ അഖിൽ മാരാർ എന്ന ഒരു സെലിബ്രിറ്റിയെ വെച്ചുകൊണ്ട് സ്വാഭാവികമായും അത്ര വലിയ സ്റ്റാർഡത്തിലേക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ ഈ അഖിൽ മാരാറെ? സ്വാഭാവികമായും അത്ര വലിയ പരിഗണന കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് കോൺഗ്രസിൻ്റെ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളോ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അഖിൽ മാരാർ ഒരു വലിയ വിഷയമല്ല. അഖിൽ മാരാർ വിചാരിച്ചാൽ ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സ്വാധീന ശക്തിയോ ഒരു ചാലക ശക്തിയോ ഒന്നുമല്ല ഈ അഖിലെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും അഖിൽ മാരാറിൻ്റെ കോൺഗ്രസ് പ്രവേശനവും ഒക്കെ തികച്ചും വ്യക്തിപരമായും അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ മാത്രമാണ് എന്ന ഒരു സൂചനയുണ്ട്. പക്ഷേ എന്തായാലും അഖിൽ മാരാർ എന്തായാലും ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പാർട്ടിയിലേക്ക് വരുന്നില്ല എന്ന ഒരു അറിവാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നവമാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുള്ളത്.